തൃശൂർ ചാലക്കുടിയിൽ തെരുവ് നായ ആക്രമണത്തിൽ 12 പേർക്ക് പരിക്ക്. കൂടപ്പുഴ ജനതാ റോഡ് പരിസരത്തായിരുന്നു ആക്രമണം. ഇതേ വാർഡിൽ 2 ആഴ്ച മുമ്പ് 7 പേർക്ക് തെരുവ് നായയുടെ കടിയേറ്റിരുന്നു. കാലത്തുടങ്ങി അവിടെ ഓരോരുത്തർ കടിച്ചോണ്ടിരിക്കുന്നതാണ്. അത് വാർഡ് മെമ്പർ വിളിച്ച് പറഞ്ഞിട്ടും അവര് കാലത്തുടങ്ങി തിരിഞ്ഞോക്കിയില്ലേ. വരി വരിയായിട്ടല്ല ഓരോരുത്തർ കടിച്ചോണ്ടിരിക്കുക. ബൈക്കിന് പോണവരും സൈക്കിളിൽ പോണ പിള്ളേരൊക്കെ കടിച്ചു. എല്ലാവരും കൊണ്ടുവന്നു. ഏത് ഭാഗത്തായിട്ട് ഒരു 2 വീട്ടിൽ വന്നപ്പോഴത്തേനും കിട്ടിയില്ല. അവരെ പിന്നാലെ ഈ പട്ടി കൂടിയായിരുന്നു. പേപ്പട്ടിയൊന്നും എനിക്കറിയാൻ പറ്റില്ലല്ലോ. 500 പ്രാവശ്യം ചേർത്തൊന്ന് കമ്മി. പിന്നെ രണ്ടാമത് പിന്നെ ആൾ പോകും. അടുത്ത് കയറി രണ്ടാമത് കയറി. അഖിൽ വിവരങ്ങൾ നൽകും. അഖിൽ, ഈ പ്രദേശം സാധാരണഗതിയിൽ ഇത്തരത്തിൽ തെരുവുനായ ആക്രമണം സ്ഥിരമായി ഉണ്ടാകുന്ന പ്രദേശമാണോ? ഇവരുടെയൊക്കെ പരിക്ക് എങ്ങനെയാണ്? അനീഷ, ഈ സംഭവം ഉണ്ടാകുന്നത് നഗരസഭയുടെ 17-ാം വാർഡിലാണ്. ചാലക്കുടി നഗരസഭയുടെ 17-ാം വാർഡിലാണ് ഇത്തരത്തിൽ സംഭവം ഉണ്ടാകുന്നത്. 2 ആഴ്ചയ്ക്ക് മുൻപും 7 പേരെ തെരുവുനായ കടിച്ച ഒരു സാഹചര്യം നമുക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ അത് പരാതിപ്പെട്ടിട്ടും കൃത്യമായ നടപടി നഗരസഭയുടെ ഭാഗത്തുനിന്നോ വാർഡ് കൗൺസിൽ അടക്കമുള്ളവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നൊരു ആക്ഷേപമാണ് LDF-ഉം അതുപോലെ തന്നെ ഈ നാട്ടുകാരും ഒക്കെ തന്നെ ആക്ഷേപിക്കുന്നതാണ്. കാരണം 13 വയസ്സായ 2 കുട്ടികൾ ഉൾപ്പെടെയാണ് ഈ 12 പേർക്ക് തെരുവുനായ കടിയേറ്റത്. ഇതിൽ 2 പേർക്ക് കുറിച്ച് ഗുരുതരമായ പരിക്കുകളുണ്ട്. അവർ തൃശൂർ മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. പക്ഷെ അതീവ ഗുരുതരമല്ല അവരുടെ പരിക്ക്. ബാക്കിയുള്ള 10 പേരും ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലാണ് ചികിത്സ തേടിയത് എന്നുള്ളതാണ്. ഈ 2 ആഴ്ചക്കിടയിൽ 20ാമത്തെ ആളെയാണ് ഇത്തരത്തിൽ ഈ തെരുവുനായ ആക്രമണമൊക്കെ നേരിടുന്നത്. അതുകൊണ്ട് തന്നെ ഈ കൃത്യമായൊരു നടപടി സ്വീകരിക്കണം. അതായത് ഈ 12 പേരെ കടിച്ച നായ കുറച്ച് സമയം കഴിഞ്ഞ് ചത്തു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റു നായയ്ക്ക് ചെറിയ പേവിഷബാധ ഉണ്ടായി സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഇതിനെതിരെ കൃത്യമായ നടപടി പഞ്ചായത്ത് നഗരസഭയുടെ ഭാഗത്ത് ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വലിയ പ്രതിഷേധം ഉണ്ടാവുന്നുണ്ട്. നാളെ ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രാവിലെ 10 മണിക്ക് LDF-ന്റെ നേതൃത്വത്തിൽ ഒരു പ്രതിഷേധ മാർച്ച് നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും 12 പേർക്കാണ് ഇപ്പോൾ ഇന്നൊരു ദിവസം മാത്രം ഇത്തരത്തിൽ തെരുവുനായയുടെ കടിയേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നതാണ്. സ്വാഭാവികമായും ഇത്തരത്തിൽ തുടർച്ചയായി, അതായത് 2 ആഴ്ച മുമ്പ് തെരുവുനായ ആക്രമണം ഉണ്ടായി. ഇപ്പോൾ വീണ്ടും ഒരു 12 പേരെയൊക്കെ കടിക്കുന്ന സാഹചര്യം, 13 വയസ്സ് 2 കുട്ടികൾ ഉൾപ്പെടെ 12 പേർക്കൊക്കെ തെരുവുനായ കടിയേൽക്കുന്ന സാഹചര്യത്തിൽ കൃത്യമായ ഇടപെടൽ ഉണ്ടാവണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. അനീഷ. ശരി, അഖിലാണ് വിവരങ്ങൾ നൽകിയത്.